ഞാനൊരു കളരിപ്പയറ്റാശാനാണ്. എനിക്ക് 100-300 ശിഷ്യന്മാരുണ്ടായിരുന്നു. അടിമറ, ചരമം, ഗുസ്തി, തട്ട്, വർമ്മം. ഞങ്ങളുടെ മേക്കോട് ഫാമിലിയാണ്, കളിക്കോളയ്ക്കടുത്ത്. വലിയ ഗുണ്ടകളാ നടന്നവരാണ്. എനിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരെല്ലാം ഗുണ്ട കാണിച്ചു മരിച്ചുപോയി. എന്നെ ദൈവം രക്ഷിച്ചത് കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ വളരെ ആള് മോശമാണ്. എന്റെ ബൈക്ക് എപ്പോഴും ഒരു ബട്ടൺ കത്തി കാണും. ST ബൈക്കാണ്. ST ബൈക്കിന്റെ പമ്പറില് ഞാൻ വലിയ വെട്ടുവാള് വെച്ച് മുറുക്കി വെച്ചിട്ടുണ്ട്. വണ്ടിയിൽ ഒരു കുപ്പി ബ്രാൻഡി വെച്ചേക്കും. കുടിച്ചു തോന്നിയാസം പോലെ ജീവിക്കും. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ജീവിച്ചു ഞാൻ. എന്റെ സങ്കല്പം എനിക്കൊരു മെഡിക്കൽ കോളേജ് ആരംഭിക്കണം എന്നാണ് ഇഷ്ടം. അതുകൊണ്ട് എന്റെ മക്കളെ 4 മക്കളെ ഡോക്ടർ പഠിപ്പിച്ചു. ഞാൻ ഒരു കളരിപ്പയറ്റ് യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ വേണ്ടി ഡൽഹിയിൽ എനിക്ക് സ്നേഹിതന്മാരായ ചീഫ് സെക്രട്ടറിമാരുണ്ട്. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് സ്നേഹിതന്മാർ എനിക്കുണ്ട്. ഞാൻ ക്ലിനിക്ക് അവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇന്ത്യയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൃപയാൽ ഇന്നും എന്റെ സ്നേഹിതന്മാരായി ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ലോകത്തിൽ മക്കളെയൊക്കെ ഡോക്ടർ പഠിപ്പിച്ച് ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കണം എന്നാണ് എന്റെ സങ്കല്പം. അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് ഞാനും 1-2 ആളുകളുമായിട്ട് അതിന് ട്രൈ ചെയ്തു. എന്റെ സ്നേഹിതന്മാർ 3-4 പേര് മെഡിക്കൽ കോളേജിന്റെ പെർമിഷൻ വാങ്ങിച്ചു. ഞാൻ ഭയങ്കര വെള്ളമടിക്കുന്നവനാണ്, ദുഷ്ടനാണ്. അല്ലേലിയ സ്വോത്രം എന്ന് പറഞ്ഞാൽ കല്ല് പറിക്കറിയും ഞാൻ. ഇവര് വയറ് വളയ്ക്കാൻ വേണ്ടി വീട് വീടാ നടക്കുന്നവരാണ്. പന്നി പയവളാണ്. ആണത്വം ഇല്ലാത്തവന്മാര്. പന്നിയുടെ ആ രോമങ്ങളെ വെട്ടിയെടുത്തതുപോലെ ഒരു മീശയും ചെത്തി കള്ളന്മാര് വീട് വീടാ തെണ്ടി നടക്കുകയാണ്. ജോലി ചെയ്യാതെ കള്ളന്മാരെന്ന് കല്ല് പറക്കി എറിഞ്ഞു വരട്ടും. എന്റെ വീട്ടിനടുത്ത് കൂടി ആളുകൾ ട്രാക്ടർ കൊണ്ടുപോയാ എന്റെ കളരി പൈപ്പിലെ ശിഷ്യന്മാരെ വെച്ച് വിരട്ടണമെന്ന് പറയും. അവര് മൂക്കളവിന്റെ കമ്പ് കൊണ്ട് അല്ലേലൂയാ സ്തോത്രം എന്ന് പറയും. അവർ ദൈവം പറയും, ദൈവമേ ഈ ചെറുപ്പക്കാരന്മാരെ രക്ഷിക്കണമേ എന്ന് പറയും. യേശു എന്നെ രക്ഷിച്ചു. യേശു കൂട്ടാളിയാൻ വായിക്കാൻ കിട്ടി. ഞാനൊരു പേര് ക്രിസ്ത്യാനിയാണ്. ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനും ഞങ്ങളും ഒത്ത് ബ്രാൻഡി കുടിക്കും. അങ്ങനെ തോന്നിയാസം പോലെ ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ രാത്രി ഞാൻ 2, 3, 4 ദിവസമാകും 100-200 ലിറ്റർ തൈലം കായ്ക്കും. എണ്ണ മരുന്ന് വയ്ക്കും. 100-200 ലിറ്റർ 3 ദിവസം 4 ദിവസം തീ വയ്ക്കും. അപ്പൊ എന്റെ ശിഷ്യന്മാരവിടെ ഒരു അടിമറ ഒരു ചുമട് പറഞ്ഞു കൊടുത്താ അവര് 2 ദിവസം നിന്ന് ജോലി ചെയ്യും. ഒരു ചുമടിനെ 2 പിരിച്ചു കൊടുക്കും. ഒറ്റ ചുമട് 12 ഇരുന്നാൽ ഈ 12 ചുമടിനെ 24 ചുമടായി പൊളിച്ച് അവന് 24 ദിവസം പഠിപ്പിച്ച് പൈസ വാങ്ങി. അങ്ങനെ പെട്ടവർത്തനാണ്. 108 വർമ്മമുണ്ട്. പറഞ്ഞു കൊടുക്കും. വർമ്മത്തിന്റെ 4 നെല്ല് 1 നെല്ല് മാറ്റി കൊടുക്കും. അവൻ പിതിക്കിയ വിഴുവില്ല, നമ്മൾ പിതിക്കും.